നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അടുത്ത പദ്ധതി എന്താണെന്നറിയാനുള്ള അടവുമായിട്ട് ഇറങ്ങിയിരിക്കാം. പാർവതി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്തിനാ കൊച്ചെ നീ ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന്? പ്രഭാവതി അമ്മ, നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ എന്നോടുള്ള അനുകമ്പ കൊണ്ടൊന്നും ചോദിക്കുന്നതല്ല. ഞാൻ ഇവിടെ ഈ പണികൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർവതി, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നിങ്ങളെക്കുറിച്ച് ശരിയായ ധാരണകളേ ഉള്ളൂ പ്രഭാവതി അമ്മ. നിങ്ങളിപ്പോ എന്റെ പിന്നാലെ നടന്ന് നയത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്റെ നാവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കിട്ടിയിട്ട് വേണം അത് വെച്ചോണ്ട് എനിക്കിട്ട് പണിയാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ തന്നെ വച്ചിരുന്നാ മതി, ഇങ്ങോട്ടെടുക്കണ്ട. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല. ഞാനേ നിങ്ങളെ ഒരിക്കലും ഒറ്റുകൊടുക്കത്തുമില്ല എന്ന് കരുതി നിങ്ങളെ ജയിക്കാനും ഞാൻ വിടില്ല. എന്നോട് സഹതപിക്കാനും എന്നെ ഉപദേശിക്കാനും നിൽക്കുന്ന നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോയി ഉപദേശിക്കും. അവരുടെ ഭാര്യമാരോട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കും. എന്നും അവരിങ്ങനെ കഴിഞ്ഞാ മതിയോ? അവർക്ക് അടുത്ത തലമുറ ഒന്നും ഉണ്ടാവണ്ടേ? അവർക്ക് കുഞ്ഞുങ്ങൾ വേണം. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കാലങ്ങളായി നിങ്ങൾ മോഹിക്കുന്ന ആ സ്വത്തൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാലോ. അതുകൊണ്ട് പ്രഭാവതി അമ്മ വെറുതെ എന്നെ ചുറ്റിപ്പറ്റി തിരിയാതെ ഞാൻ പറഞ്ഞതങ്ങ് ചെയ്യാൻ നോക്ക്. എനിക്ക് ഈ സ്വത്തുക്കൾ മാത്രം അനുഭവിച്ചാ പോരടി. എന്നെ പലവട്ടം പരാജയപ്പെടുത്തിയ നിന്നോട് എനിക്ക് പകരം വീട്ടണം. നിന്റെ അമ്മായിയമ്മ അനുഭവിച്ചതുപോലെ ഒരു വിധി നിനക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ടടി. ആ വിധി ഈ പ്രഭാവതിക്ക് നടപ്പിലാക്കണം. ഞാനത് നടപ്പിലാക്കിയിരിക്കും. എന്താ സാറേ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോ ഉണ്ട്. മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. സാറിന് സുഖമില്ലേ? പനിയൊന്നുമില്ലല്ലോ. അപ്പൊ തലവേദനയായിരിക്കും. തലവേദനയാണോ സാറേ? തലവേദനയാണെങ്കിൽ ഞാൻ ബാം എടുത്തോണ്ട് വന്ന് പുരട്ടിത്തരാം. എന്റെ കൈകൊണ്ട് സാറിന് ബാം പുരട്ടി തന്നാ സാറിന്റെ തലവേദന അപ്പൊ പമ്പ കിടക്കും. ഞാൻ ബാം എടുത്തിട്ട് വരട്ടെ? ബാം എടുത്തിട്ട് വരട്ടെ എന്ന്. ബാമും വേണ്ട, ഒരു കുന്തോ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.